ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് വലിയൊരു യാത്രയ്ക്ക് പോവാം നമ്മള്. സാധാരണ എപ്പോഴും ഈ 2 ദിവസം ഓഫ് കിട്ടുമ്പോഴാണ് ട്രിപ്പ് പോവാറ്. ഇന്നപ്പോൾ ട്രിപ്പിന് വേണ്ടി വെക്കേഷൻ ലീവ് എടുത്ത് കറങ്ങാൻ വേണ്ടി പോവാണ്. ഒരു സ്ഥലത്തേക്കല്ല, 4 സ്ഥലത്തേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു നല്ല യാത്ര പോയിട്ട് വരാം. ഗേസ് മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങുവാണ്. പക്ഷെ ഇത് സോളോ ട്രിപ്പാണ്. അത് ഒരു ചെറിയ സങ്കടമുണ്ട്, കാരണം കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി അടിച്ചു പൊളിച്ച കാരണം പെട്ടെന്നൊരു സോളോ ട്രിപ്പ് പോകുമ്പോൾ ചെറിയൊരു ഐ ക്യാൻ മാനേജ്. അത് പോയിട്ട് വരാം. എവിടേക്കാന്നല്ലേ ഒക്കെ വഴിയെ നമുക്ക് കാണാം. ഓക്കെ, സീ യു സൂൺ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗേറ്റ് വരുന്നത് 3 ആണ്. ഞാൻ പോകുന്നത് പാരീസിലോട്ടാട്ടോ. അപ്പം വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ പയ്യെ പയ്യെ കേട്ട് കേട്ട് പോവാം. അപ്പം എല്ലാവരും ഇൻട്രസ്റ്റ് ആണ് ഈ വീഡിയോ കാണണേ. എൻ്റെ യാത്രകളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് റയാൻ എയർ. പാരീസിലേക്കും ഞാൻ ചൂസ് ചെയ്തത് റയാൻ എയർ തന്നെയാണ്, കാരണം ടിക്കറ്റ് വെരി ചീപ്പായിരുന്നു. എൻ്റെ പല യാത്രകളിൽ പോകുമ്പോഴാണെങ്കിലും റയാൻ എയറിൽ എനിക്ക് വളരെ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടാറുണ്ട്. സാധാരണ ഫ്ലൈറ്റ് കയറുമ്പോൾ നാട്ടിലെ ബസ്സിലത്തെ പോലത്തെ അവസ്ഥ തന്നെ എനിക്ക്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ കയറുമ്പോൾ കാല് കൂട്ടിയിടിക്കും, ഫ്ലൈറ്റുള്ള കാരണം. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്തവണ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ എക്സൽ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ട് അതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കാല് നീണ്ടി നിവർന്നിരിക്കുക. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഞാൻ പുച്ഛിച്ചതല്ല കേട്ടോ, ഫ്ലൈറ്റുള്ള എന്നെ തന്നെ ഞാൻ പുച്ഛിച്ചതാണ്. അതുകൊണ്ട് ഞാൻ KSRTC ആണ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് നീണ്ട് നിവർന്നിരിക്കാം. ബിക്കോസ് ഐ എം KSRTC ലവർ. ഏത് വണ്ടി ആയിക്കോട്ടെ, യാത്ര എങ്ങോട്ടായിക്കോട്ടെ, വിൻഡോ സീറ്റ് ഇരിക്കുമ്പോഴേ ഇതും നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഗൈസ്. അങ്ങനെ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നല്ലൊരു കാഴ്ചയും കിട്ടി. എന്താണല്ലേ, നല്ലൊരു സൺറൈസ്. അതും കണ്ട് ആസ്വദിച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും പാരീസിൽ അങ്ങോട്ട് ലാൻഡ് ചെയ്യാൻ ടൈമായി. അങ്ങനെ പാരീസിന്റെ മണ്ണിൽ ലാൻഡ് ചെയ്തു. പാരീസിന്റെ മണ്ണിൽ കാലുകുത്തി ഗൈസ്. ചെറിയൊരു മഴയുണ്ട്, then തണുപ്പുണ്ട്. ഇനി ഇവിടുത്തെ കുറെ യാത്ര ചെയ്യാറുണ്ട് പാരീസിന്റെ സെന്ററിലേക്ക്. 2 hours യാത്ര ചെയ്യാറുണ്ട്, ബസ്സും ട്രെയിനൊക്കെ പിടിച്ച്. ഞാൻ ഇതുവരെ യാത്ര ചെയ്ത ഷെങ്കൻ കൺട്രീസിൽ ഇവിടെ മാത്രമാണ് ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ കണ്ട, വേറെ എവിടെയും കണ്ടില്ല. ഇത് പാരീസിലെ മെയിൻ എയർപോർട്ട് അല്ല കേട്ടോ, ഇത് ഒരു ചെറിയ എയർപോർട്ടാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സിറ്റി സെന്ററിലേക്ക് ബസ്സിന് വേണം പോവാൻ. ഇതാണ് നമ്മൾ പോകേണ്ട ബസ്. അപ്പോൾ ബസ്സൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് ചെയ്ത്, പ്രീ ബുക്ക് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഈ ബസ്സിൽ യാത്ര വളരെ നന്നായിരുന്നു. നല്ല പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചുള്ള യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അത്. ഇവിടെ എവിടെയാണ് ഐഫൽ ടവർ. എന്തായാലും അതിന്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഫോണിലൂടെയോ TV-യിലൂടെയോ ഒന്നും അല്ലാണ്ട് എൻ്റെ കണ്ണിലൂടെ നേരിട്ട് ഞാൻ ആദ്യമായിട്ട് ഐഫൽ ടവർ കാണാൻ പോവാ. പക്ഷെ ഞാൻ കണ്ടു ഗൈസ്, ഫൈനലി ഞാൻ ഐഫൽ ടവർ കണ്ടു ഗൈസ്. എൻ്റെ തല ലെഫ്റ്റിലേക്കായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ ലെഫ്റ്റിലല്ലായിരുന്നു, റൈറ്റിലായിരുന്നു ഐഫൽ ടവർ. അങ്ങനെ ഒരുവിധം എല്ലാവരും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഐഫൽ ടവർ ഞാനും കണ്ടു ഗൈസ്. വെരി 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 ഹാപ്പി. എന്നാലേ ഞാൻ രസമല്ല കാണാൻ. റോഡ് മൊത്തം മഞ്ഞ പിടിച്ച് കിടക്കുക, മഞ്ഞ പുതച്ച് കിടക്കുക ഗൈസ്. നൈസ് വ്യൂ. ഓട്ടം സീസൺ ഇങ്ങനെ അവസാനിക്കുന്നതിൻ്റെ ഒരു പിടി നല്ല കാഴ്ചകൾ. നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പാരീസിന്റെ സ്വന്തം ഐഫൽ ടവർ. പാരീസിന്റെ പ്രഭാതത്തിലേക്ക് അടയാളമായ ഒരു പ്രശസ്തമായ സ്മാരകമാണ് ഐഫൽ ടവർ.
ഇത് പാരീസിന്റെ ചുരുൾ ഭാഗത്ത് സെയിം നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസ് രാജ്യത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഐഫിൽ ടവർ. അങ്ങനെ ഈവനിങ് കാഴ്ചകളൊക്കെ കണ്ട് ഐഫിൽ ടവറിനോട് ബായ് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവാണ്. കാരണം നാളെയും തിരിച്ചു വരണം ഇങ്ങോട്ട്. ഇതാണ് ഞാൻ പാരീസിൽ താമസിച്ച എന്റെ ഹോസ്റ്റൽ, സെയിന്റ് ക്രിസ്റ്റഫർ ഇൻ. ഇതൊരു ഹോസ്റ്റലാണ്. ഒരു യാത്ര ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാൾ, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പാരീസിൽ വരുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻസിൽ ഒന്നാണ് ഈ ഹോസ്റ്റൽ. കാരണം ഇവിടെ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 18 യൂറോ ആയുള്ളൂ എനിക്ക് 1 ഡേ. ഞാൻ അങ്ങനെ ഇവിടെ 3 ഡേയ്സ് ആണ് നിന്നെ. എനിക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പായിരുന്നു ഇവിടെ. ഫുഡും നല്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. കൂടാണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലഞ്ചോ ഡിന്നറോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 25% ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ലാഭം തന്നെയല്ലേ ഇവിടെ. ഫുഡും അടിപൊളി. അങ്ങനെ ഹോസ്റ്റൽ റൂമിലേക്ക് ഞാൻ പയ്യെ നടന്നു കയറുവാണ്. 6 പേരായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നേ. പൊതുവെ എൻ്റെ യാത്രകളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഹോസ്റ്റലുകളാണ്. അത് നമുക്ക് വളരെ നല്ലൊരു അനുഭവമാണ് തരിക, പല രാജ്യത്തുനിന്നും ആൾക്കാര്. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. See you tomorrow. Good night.